ഹലോ എനിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൽ സി ഡിയുടെ 4ാമത്തെ ചാപ്റ്ററാണ്. നേരെ കഥയിലോട്ട് കിടക്കാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരാളെ കാണിക്കുന്നുണ്ട്, പുതിയൊരു ക്യാരക്ടറിനെ. അയാൾ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കെന്താ ആ സാമ്പിൾ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അവൻ്റെ പവർ ഇവിടെ വെച്ചാണ് ഞാൻ കണ്ടത്, പക്ഷേ ഇപ്പോൾ അവനെ കാണാനില്ല. എനിക്കവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കേഡൻ, നീ എവിടെയാണ്? എൻ്റെ അടുത്തേക്ക് വരൂ. ഇയാൾ നമ്മുടെ കേഡൻ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ എലിസഡ് മാനയുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കേഡൻ ആയിരുന്നു രക്ഷപ്പെട്ട് ഓടുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കേഡനെ പിടിക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ വരും ചാപ്റ്ററിൽ അറിയാം. ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീഹു ആ മോൺസ്റ്റർ ക്യാറ്റിന് ചികിത്സ ഒക്കെ നൽകുന്നുണ്ട്. ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇതിനെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? അത് വേണ്ട, ആ പൂച്ച ഒന്ന് ബോധം കെട്ടിട്ടേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് നീറ്റോളും. പിന്നെ നീ അതിനേറ്റ് ഒറ്റയ്ക്ക് പോകുന്നത് ഒട്ടും സേഫല്ല. കാരണം ആ പൂച്ച എപ്പോഴാണ് എണീക്കുകയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ പൂച്ചയ്ക്ക് പവറിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, പരിക്ക് പറ്റിയോണ്ട്. പക്ഷെ അതെനിക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നതാണ് സേഫ്. എന്നിട്ട് കേടൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇതെങ്ങനെ നടക്കും? ഒരു പൂച്ച ഇത്ര വലിയൊരു മോൺസ്റ്ററായിട്ട് എങ്ങനെയാണ് മാറിയത്? എന്ത് വലുതായിരുന്നു അത്? എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതൊരു നോർമൽ ക്യാറ്റല്ല, ഇതൊരു അവേക്കനഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ക്യാറ്റാണ്. അപ്പോൾ നമ്മുടെ ജീഹു വയ്ക്കുന്നുണ്ട്, കേഡൻ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ബിസിയാണ് എന്ന് വിചാരിച്ച് ഞാൻ പറയാമായിരുന്നതാ. നീ പറയ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണമെന്നുണ്ട്. മനസ്സിലായി, നീ പറ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജീഹു പറയുന്നുണ്ട്, അല്ല, ഞാൻ ആ പൂച്ചയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോലെ എനിക്ക് തോന്നിയിരുന്നില്ലേ? അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്നത് നിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ടാണോ? അല്ല, അതുണ്ട്, എനിക്ക് സ്പീഡുണ്ട്. പക്ഷേ അത് വലിയ സീക്രറ്റാണ്, അതിവിടെ ഒരാൾക്കും അറിയില്ല എൻ്റെ സ്പീഡിനെ പറ്റി. അപ്പോൾ നമ്മുടെ കേഡൻ പറയുന്നുണ്ട്, വൈ, നിനക്കെന്നെ മനസ്സിലായിട്ടില്ലേ? എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നീ ഒരു അവേക്കനഡ് വണ്ണല്ലേ? അവേക്കനഡോ എന്ന് വെച്ചാൽ എന്താ? നീ കാര്യമായിട്ടാണോ പറയുന്നത്? നിനക്ക് അതെന്താണെന്നറിയില്ല? ഇല്ല. അപ്പോൾ നിനക്ക് നീ ആരാണെന്ന് അറിയില്ല അല്ലേ? അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ജീഹു അല്ലേ? അല്ല, പിന്നെ നിങ്ങൾ ആരാന്നറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ കേഡൻ പറയുന്നുണ്ട്, നീ ഒരു അവേക്കനഡ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇതുപോലത്തെ പവറുള്ളത്, സ്പീഡ്. അല്ല കേഡൻ, എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാനൊരു അവേക്കനഡ് വണ്ണാണെന്നാണോ? അതുകൊണ്ടാണോ എനിക്കിങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റുന്നത്? അതെ, ഞാൻ അവേക്കനഡ് ആണോ? അല്ല, എന്നെപ്പോലെ പവറുള്ള ഒരുപാട് ആളുകളുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതിലൊരാളാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. നിങ്ങൾക്കും പവറുണ്ടല്ലേ? സ്പെഷ്യൽ പവേഴ്സ് എന്നെ പോലത്തെ? നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? പവറില്ലാതെ ഞാനെങ്ങനെയാണ് ഒരു പൂച്ചയായിട്ട് മാറുക? അപ്പം നമ്മുടെ ജീവുവിൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ബോയ്, നിനക്കെന്താ പറ്റിയത്? നീ ഇപ്പം എന്തിനാ കരയുന്നേ? ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു. ഞാൻ വിചാരിച്ചത് ഞാനൊരു വിയേർഡാണെന്നാണ്. അല്ല, നീ ആദ്യമായിട്ടാണോ വേറൊരു അവേക്കനഡ് വണ്ണിനെ കാണുന്നത്? അതെ, ശരിയാണ്, നിനക്ക് നീ ആരാണെന്ന് പോലും അറിയില്ല. ഇതുപോലത്തെ അവേക്കനഡ് ആയിട്ടുള്ള ആൾക്കാരനെ ആദ്യമായിട്ടാണ് നീ കാണുന്നത്. അതിനാണോ നീ ഇങ്ങനെ കരയുന്നത്? അതുകൊണ്ടല്ല, എൻ്റെ ചെറുപ്പത്തിൽ ഈ പവർ എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഈ പവർ നീ അധികം ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഇത് ഉപയോഗിച്ചു. പക്ഷേ അവരെല്ലാവരും എന്നൊരു വ്യത്യസ്തമായ ജീവിയായിട്ടാണ് കണ്ടത്. ഞാനൊരു മോൺസ്റ്ററാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ പവർ പുറത്താരെയും കാണിച്ചിട്ടില്ല. അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ലോകത്തിൽ എന്നെ പോലത്തെ ഒരു സ്പീഷീസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ജീവി ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ നിങ്ങളിപ്പോൾ പറയുന്നു അവേക്കനഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് കുറേ ഉണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെ സന്തോഷം തോന്നി. കാരണം ഞാൻ മാത്രമല്ല ഈ ലോകത്ത് വിചിത്രമായിട്ടുള്ള ഒരു ഹ്യൂമണ്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ സൂപ്പർ പവറാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, അതിന് നീ ഇപ്പോൾ കരയാൻ മാത്രമൊന്നുമില്ല. പിന്നെ കേഡൻ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? അവേക്കനഡ് ആൾക്കാരെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ട്. ഓക്കെ, നമ്മളെപ്പോലുള്ള അവേക്കനഡ് പീപ്പിൾസ്, അല്ലെങ്കിൽ സൂപ്പർ പവറുള്ള പീപ്പിൾസ്, അവരെ കോൾ ചെയ്യുന്നത് അവേക്കനഡ് പീപ്പിൾസ് എന്നാണ്. പിന്നെ ഇവരെ ആദ്യമായിട്ട് എവിടെയാണ് കണ്ടത്, അല്ലെങ്കിൽ ഇവരുടെ ഉത്ഭവമൊക്കെ എവിടെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ചില അവേക്കനേഴ്സിന് ഫിസിക്കൽ പവേഴ്സ് ഉണ്ടാക്കും, ചില അവേക്കനേഴ്സിന് സൈക്കിക് പവേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ വേറെ കുറേ അവേക്കനേഴ്സിന് എലമെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എലമെൻസിനെ കൺട്രോൾ ചെയ്ത് അറ്റാക്ക് ചെയ്യാനും പറ്റും. ശരിക്കും അവർ സൂപ്പർ ഹീറോസ് ആണല്ലേ? സൂപ്പർ ഹീറോ മൂവീസിലെ പോലെ. എക്സാക്ട്ലി, ആ കാര്യം തന്നെയല്ലേ ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞത്. പിന്നെ ഇതിനെ സൂപ്പർ ഹീറോ ഒന്നും വിളിക്കരുത്, ഈ സൂപ്പർ പവേഴ്സിനെ വിളിക്കുക അവേക്കനഡ് അബിലിറ്റീസ് എന്നാണ്. പിന്നെ നിൻ്റെ പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ സ്പീഡാണ്. നിൻ്റെ സ്പീഡ് പഴയതിൽ നിന്ന് ഇപ്പോൾ കൂടിയിട്ട് വല്ലതും ഉണ്ടോ?
ആ എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം എനിക്ക് ഒരു ദിവസം 1 സെക്കൻഡിൽ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ 3, 5 സെക്കൻഡിലൊക്കെ സ്പീഡിൽ ഓടാൻ പറ്റും. ഓ! ഇതാണോ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്. നിനക്കിപ്പോൾ ട്രെയിനിങ്ങിൻ്റെ വളരെ കുറവുണ്ട്. നീ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല പവർ വരുത്താൻ പറ്റും. സോ ഈ അവേക്ക്നഡ് ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്യുമല്ലേ? ഓഫ് കോഴ്സ് അവർ ട്രെയിൻ ചെയ്യും. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഉയർത്താൻ ശ്രമിക്കും. മേ ബി എനിക്കെൻ്റെ പവേഴ്സ് മറച്ചു വെക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ കാരണം നീ നിൻ്റെ പവറിനെ പേടിക്കുകയാണ്. നിൻ്റെ പവർ നല്ലതുപോലെ ഉപയോഗിച്ചാൽ അത് നിനക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ ചീഫ് പറയുന്നുണ്ട്, സോറി എനിക്കിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തിന്നാനെടുത്ത് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ജീഹു ഒരു ബ്രെഡ് കഴിക്കുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ കേടൻ തല തിരിക്കുന്നുണ്ട്. ഓ, നിങ്ങൾക്കും ഞാൻ ഫുഡ് തരാം, ക്യാറ്റ് ഫുഡാണ്, ഇത് കഴിച്ചോ. അപ്പോൾ നമ്മുടെ കേടൻ പറയുന്നുണ്ട്, ഞാനിത് കഴിക്കാനുള്ള ഒരേ ഒരു കാരണം എനിക്കിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം. സോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ കേടന് എന്തോ സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ആ എനർജി? ഈ എനർജി ഒരു ശക്തമായിട്ടുള്ള എനർജിയാണ്. എന്തുവരണം ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ അതേ സമയത്താവട്ടെ ആ മോൺസ്റ്റർ കയറ്റി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ജീവു ആവട്ടെ, മിസ്റ്റർ കേഡൻ ആ പൂച്ച ഓടി രക്ഷപ്പെട്ടു. യെസ്, അത് ഓടി രക്ഷപ്പെട്ടു. അവൻ ഇത്ര പെട്ടെന്ന് ഉണരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജീഹു, നീ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്ക് അവൻ്റെ പിന്നാലെ പോകണം. ഞാൻ അവനെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ അവൻ ആരെങ്കിലും അറ്റാക്ക് ചെയ്യും. അപ്പം കേടൻ പറയുന്നുണ്ട്, മിസ്റ്റർ ഹീറോ, നിങ്ങൾ ഒരു വട്ടം ഈ ലോകത്തെ രക്ഷിച്ചതാണ്, പിന്നെ നിങ്ങൾ ഈ ലോകത്തെ രക്ഷിക്കാൻ പോവുകയാണോ? ഒരുപക്ഷെ ചിലപ്പോൾ ആ പൂച്ചയ്ക്ക് പരിക്കൊക്കെ പറ്റുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് പിടിക്കാൻ പറ്റും, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ജീഹു പറയുന്നുണ്ട്, ഇത്തവണ ആ പൂച്ചയെ പിടിക്കാൻ എളുപ്പമായിരിക്കും. എനിക്ക് ഈ നഗരത്തിലെ ആൾക്കാരെക്കുറിച്ച് ആശങ്കയുണ്ട്. അതുമാത്രമല്ല, ആ പൂച്ചയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പൂച്ചയെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കണം. സോ അപ്പോൾ കേടൻ പറയുന്നുണ്ട്, എന്നാൽ ഞാനും നിൻ്റെ കൂടെ വരുന്നുണ്ട്. റിയലി? അതെ, ആ പൂച്ചയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുമാത്രമല്ല, ആ പൂച്ച എണീക്കുന്നതിന് മുമ്പ് പവർഫുള്ളായിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയണം. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, ഞാൻ നിന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ ആ പൂച്ചനെ സഹായിക്കാനോ അല്ല വരുന്നത്. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയണം. സോ അപ്പം ജീഹു പറയുന്നുണ്ട്, താങ്ക് യു, നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്ന് കഥാപ്രസംഗം പറയാതെ വാടാ, നമുക്കവനെ ഫോളോ ചെയ്യാനുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഇതിന് 4ാമത്തെ ചാപ്റ്റർ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.